എന്താ ഷുഗറിനുള്ളത്? എന്തിനാ ഇപ്പൊ ഇതെനിക്ക്? ഞാൻ രാവിലെ കഴിച്ചതാണല്ലോ. ആ വെച്ചോളീൻ, ആവശ്യം വരും. ഇതാ ഇത് മുട്ടുവേദന്റെ. ഇതാ ഇടുപ്പ് വേദന്റെ. ഇതാ ഇതും വെച്ചോളൂ. ഇനി മറ്റേ പനി വന്നാലോ? ഇതാ ഇതൊക്കെ എന്തിനാണ് പറയാ നിക്ക്. ഇതാ ഇത് തലവേദന്റെ. അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ? ആ കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലേ? ആ എന്നാലേ ഞാൻ എന്റെ വീട്ടിക്ക് പോവുള്ളൂ. എപ്പ ഞാൻ എന്റെ വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എവിടെ ഇല്ലാത്ത അസുഖങ്ങൾ വരുമല്ലോ. അതാണ് മുൻകൂട്ടിയിട്ട് എല്ലാ മരുന്നുകളും തന്നത്. എന്നാലേ ഞാൻ പോണു. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് ഇവിടെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ മകളിനെ വിളിച്ചിട്ട് ഇവിടെ 2 ദിവസം ഇരിക്കാൻ പറയും. എന്താപ്പത്? ഉമ്മ ഞാനൊന്ന് വീട്ടിക്ക് പോട്ടെ. അവിടെ അനിയത്തി വന്നിട്ടുണ്ട് അത്രേ. ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 2 ദിവസം അവിടെ പോയി ഇരുന്നിട്ട് വരാം. ഞാൻ അനിയത്തിനെ കണ്ടിട്ട് കുറച്ച് ദിവസമായല്ലോ. ഇപ്പോഴാണെങ്കിൽ അവിടെ അനിയത്തി ഉണ്ട്. ഞാൻ 2 ദിവസം ഇരുന്നിട്ട് വരട്ടെ. അതാ നീ പോവാണ്. അവനെന്താ പറഞ്ഞേ? ആ ഇക്ക പോയിക്കോന്ന് പറഞ്ഞു. അവനക്ക് അങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. നീ പോയി കഴിഞ്ഞാൽ പിന്നെ അവനക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ലല്ലോ. അവനക്ക് നേരത്തെ വെച്ചുണ്ടാക്കി കൊടുക്കാനൊക്കെ ഇവിടെ ഞാനുണ്ടല്ലോ. എനിക്കല്ലേ ബുദ്ധിമുട്ട്? ഞാൻ ആരെ കൊണ്ടാ പറയാ എന്റെ ബുദ്ധിമുട്ട്? അതിന് ഉമ്മക്ക് എന്താ ബുദ്ധിമുട്ട്? ആ ഞാൻ നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയായിരുന്നു. ഇത് നോക്ക്, കാല് വേണ്ട എന്തൊരു വേദനയെന്നറിയോ. ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല കാല് വേദനിച്ചിട്ടേ. നീ ഒരു കാര്യം ചെയ്യ്, ആ മുട്ടിക്കുളങ്ങര എണ്ണയുണ്ടല്ലോ അതെടുത്തിട്ട് വന്നിട്ടേ കാലിലൊക്കെ തിരിട്ടേ നന്നായി ഒന്ന് ഉഴുതാ. എന്നിട്ട് വാങ്ങി നീ പൊയ്ക്കോ. ആ അങ്ങനെ ഇപ്പം നീ പോണ്ട. ഓ എന്തൊരു വേദനയാണ്. വേദനിച്ചിട്ട് ഇന്നലെ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ലേ? നേരം വെളുത്തിട്ട് ഞാൻ നിന്നെ കൊണ്ട് പറയാൻ നിൽക്കുകയായിരുന്നു. ആ അങ്ങോട്ട് നീട്ടി ഒഴിഞ്ഞോ. ആ അറ്റം വരെയൊക്കെ അങ്ങോട്ട് ഒഴിഞ്ഞോ. ആ അങ്ങനെ തന്നെ. നീ പോയിട്ട് വരുമ്പോഴേക്കും എന്റെ കാലം എന്താവോ എന്തോ. ഞാൻ എന്തായാലും നിന്റെ പെറ്റമ്മയൊന്നും അല്ലല്ലോ, അമ്മായിയമ്മയല്ലേ. പെറ്റമ്മാനെ കഴിച്ചിട്ടല്ലേ ഉള്ളൂ അമ്മായിയമ്മയൊക്കെ. എന്താ കാട്ടുക? നീ പോയിക്കോ, ഞാൻ പോണ്ടെന്നൊന്നും ഞാൻ പറയില്ല. ഞാൻ പോണില്ല എൻ്റെ വീട്ടിലേക്ക്. എന്തായാലും നിങ്ങളുടെ കാലുവേദന മാറട്ടെ, എന്നിട്ടേ ഞാൻ പോണുള്ളൂ. ഔ എന്താ കാലുവേദന. ഔ നിന്റെ പോക്ക് മുടങ്ങിയില്ലേ ഞാൻ കാരണം? വേണമെങ്കിൽ നിനക്ക് പോവൊക്കെ ചെയ്യാട്ടാ. കുഴപ്പമില്ലമ്മ, പിന്നെയും പോകാമല്ലോ. ഇല്ലമ്മ, ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്ന് അവളെ കൊണ്ട് പറയും. ഇവിടുത്തെ ഉമ്മക്ക് സുഖമില്ല, കാല് വേദന എന്നൊക്കെ പറയണം. പിന്നെ ഞാനിത് കണ്ടിട്ട് അങ്ങോട്ട് വന്നു പറഞ്ഞാൽ പിന്നെ അത് മതി. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ദിവസം വരാമെന്നേ അവളെ കൊണ്ട് പറയും. അവളുടെ തള്ളയ്ക്ക് ഫോൺ വിളിക്കായിരിക്കും. ആ ഞാൻ ഇപ്പോൾ അതാ മുട്ടിക്കുളങ്ങര എണ്ണയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കാലിൽ. ആ ശരി. ആ എന്താ നീ പോയില്ലേ? ഇല്ല, നിങ്ങളുടെ ഉമ്മാക്ക് കാല് വേദനയാണ് അത്ര. തന്നെ? ആ എന്നാ അത് മാറട്ടെ, എന്നിട്ട് പോയാ മതി. എപ്പൊ ഞാൻ എന്റെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഉമ്മക്ക് എവിടെ ഇല്ലാത്ത അസുഖം വരും. ഇനിയിപ്പോ നുണ പറയണോ എന്തോ എന്നെ എന്റെ വീട്ടിലേക്ക് വിട്ടാക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഏയ് അങ്ങനെയൊക്കെ ഇപ്പൊ ഉമ്മ നുണ പറയുവോ? ചിലപ്പോ വേദനിച്ചിട്ട് തന്നെ ആയിരിക്കും. പാവം എന്റെ അനിയത്തി. ഞാൻ ഇപ്രാവശ്യമെങ്കിലും അങ്ങോട്ട് പോകുന്നു പറഞ്ഞിട്ടാണ് അവൾ അങ്ങോട്ട് വന്നിരിക്കുന്നത്.
എനിക്ക് പോയേ പറ്റുമെന്ന് നിർബന്ധമാണെങ്കിലേ ഞാൻ എന്റെ പെങ്ങളെ വിളിച്ചിട്ടേ ഇവിടെ 2 ദിവസം വന്ന് നിൽക്കാൻ പറയാ. അവള് വേണമെങ്കിൽ ഉമ്മാനെ നോക്കട്ടെ, നീ വേണമെങ്കിൽ പൊയ്ക്കോ. എന്നാ പിന്നെ നിങ്ങളെ പെങ്ങളെ വിളിച്ചിട്ട് വരാൻ പറയും. എന്നാ പിന്നെ എനിക്ക് സമാധാനത്തിൽ പോയിട്ട് വരാലോ. എന്നാ ഞാൻ അവളിൽ ഇപ്പൊ തന്നെ ഫോൺ വിളിക്കാം വരാൻ പറയാൻ. പക്ഷെ ഉമ്മാനെ നോക്കാനെന്ന് പറഞ്ഞാലേ അവള് വരില്ല, വേറെ എന്തെങ്കിലും നുണ പറയണം. ഹലോ, എന്താ കാക്ക? നീ ഇങ്ങോട്ട് വീട്ടിക്ക് വാ. അങ്ങടാ? എന്തിന്? ഞാൻ എനിക്കിവിടെ ഒരു ചുരിദാർ വാങ്ങി വെച്ചിട്ടുണ്ട്. ചുരിദാറാ? എനിക്കാ? ശരി. 2 ദിവസം എന്തിന്? തന്നെ. ആടി സത്യം. നീ വാ. നാളെ തന്നെ വാ. ഞാനാ നുണ പറയുവോ? നിനക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട. ശരി. ശരി, ഞാൻ വരാം. വാ. അവള് നാളെ വരും, നീ നാളെ പൊയ്ക്കോ. എന്തായാലും ഉമ്മാനെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കാം, ചിലപ്പോ നുണയാണെങ്കിലോ. ഇക്കാക്ക് അങ്ങോട്ട് വരാൻ പറഞ്ഞു എന്നെ. എന്താന്നറിയില്ല, ചുരിദാർ വാങ്ങി വെച്ചിട്ടുണ്ടോ ഇത്ര എനിക്ക്. തന്നെ? അവൻ എന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പൊ നിങ്ങൾക്കറിയില്ലേ? അവൻ വരുമ്പോ ഒരു കവറൊക്കെ കണ്ടു കയ്യില്, ചിലപ്പോ ചുരിദാറിനെ ആയിരിക്കും. പിന്നെ നീ വരാൻ നോക്ക് വേഗം. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ചുരിദാറേ അവളുടെ വീട്ടിൽ കൊണ്ടുപോകും. അവളുടെ അനിയത്തേക്ക് അവിടെ വന്നിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്ന് രാവിലെ പോകണമെന്നൊക്കെ പറയണ്ടായിരുന്നു. ഞാൻ വിട്ടാക്കിയില്ല. എനിക്ക് കാലുവേദന എന്ന് പറഞ്ഞിട്ട് അവളെ ഞാൻ ഇവിടെ പിടിച്ചു നിർത്തി. അവൾ പോയി കഴിഞ്ഞ് ഇവിടുത്തെ പണികളൊക്കെ ആരാണ് ചെയ്യുക? നിന്നെക്കൊണ്ട് ചുരിദാർ വാങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ നാളെ തന്നെ വന്നോ. ഇല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് കൊണ്ടുപോകും. അല്ലമ്മ, നിങ്ങൾക്ക് ശരിക്കും കാലുവേദന ഉണ്ടാ? ഞാനിനി അവിടെ വന്ന പണി ചെയ്യേണ്ടി വരുമോ? അല്ലടി, ഞാൻ വെറുതെ അഭിനയിച്ചതല്ലേ. അല്ലെങ്കിൽ അവൾ ഇവിടെ ഉണ്ടാകുമ്പോ നീ എന്തിനാ പണി ചെയ്യുന്നത്? നീ ഇങ്ങോട്ട് വരാൻ നോക്ക്. ശരിമ്മ, ഞാൻ നാളെ വരാം. നീ വന്നാ? എന്തുമ്മ, ഇവിടെ അങ്ങോട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് പറയുമ്പോ വിളിച്ചാൽ മാത്രം തന്നെ നീ ഇങ്ങോട്ട് വരുള്ളൂ. എല്ലാവരും നീ ഇങ്ങോട്ട് വരുന്നുണ്ടാ? ഞാൻ എത്ര വിളിച്ചു നിന്നെ ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് പൊടിയുന്നു. നീ കേട്ടാ? ഇവിടെയാണെങ്കിൽ എനിക്ക് പണി ചെയ്യേണ്ടി വരും, അവിടെയാണെങ്കിൽ എനിക്ക് പണിയേ ചെയ്യേണ്ടി വരില്ല. അവിടെയാണെങ്കിൽ പണിക്കാരുണ്ട്, പിന്നെ അമ്മായിയമ്മയാണെങ്കിൽ അമ്മായിയമ്മന്റെ കാര്യം നോക്കി നടന്നോളും. എന്നെ കൊണ്ട് പണിയേ ചെയ്യിപ്പിക്കില്ല. ഇവിടത്തെക്കാളും സുഖം എനിക്ക് അവിടെയാണ്. അതുകൊണ്ടാണ് ഞാൻ വരാത്തത്. അതിന് നീ ഇവിടെ വന്നിട്ട് നീ എന്ത് പണിയാണ് ചെയ്യുന്നത്? എല്ലാം അവളല്ലേ ചെയ്യുന്നത്. സബി വന്നാ? ഇക്കാക്കി എവിടെ നാത്തൂനെ? അവിടെ ഉണ്ട്. എന്നാ ഞാൻ പോയി കാണട്ടെ ഇക്കാക്കാനെ. ഇക്കാക്ക എവിടെ ചുരിദാർ വാങ്ങിയെന്ന് പറഞ്ഞത്? ഡി, അത് ഞാൻ വെറുതെ പറഞ്ഞതാണ്. അത് ശരി, അപ്പൊ നോണ പറഞ്ഞതാണ് അല്ലേ? ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് ഇവിടെ ചുരിദാർ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ്. ഞാൻ അവരുടെ അടുത്തൊക്കെ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരുള്ളൂ എന്നാണ്. ഇനിയിപ്പോ ഞാൻ എങ്ങനെ അങ്ങോട്ട് കയറി പോവുക? നീ എന്തായാലും വന്നില്ലേ, ഇനിയിപ്പോ 2 ദിവസം ഇവിടെ നിൽക്ക്. നിന്റെ നാത്തുവനുണ്ടല്ലോ, അവള് വീട്ടിലേക്ക് പോകണം പറഞ്ഞിട്ട് കുറെ ദിവസമായി പറയുന്നു. ഉമ്മക്ക് കാലുവേദന എന്ന് പറഞ്ഞിട്ട് അവൾക്ക് പോകാൻ പറ്റാണ്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോ എന്തായാലും നീ ഉണ്ടല്ലോ, അവളൊന്ന് പോയിട്ട് വരട്ടെ, എന്നിട്ട് നീ പോയാ മതി. അപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലേ എന്നെ നുണ പറഞ്ഞ് വരുത്തിയത്? ഇപ്പൊ സബി ഇവിടെ ഉണ്ടല്ലോ. ഞാൻ 2 ദിവസം എന്റെ വീട്ടിൽ പോയി നിന്നിട്ട് വരട്ടെ. ഉമ്മാന്റെ അടുത്ത് ഇപ്പൊ ആളുണ്ടല്ലോ. അത് ശരി, നീ പോയി കഴിഞ്ഞ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുക? അവളെ കണ്ടിട്ടാണ് നീ പോകാൻ നിൽക്കുന്നത്. അവൾക്കാണെങ്കിൽ പണി ചെയ്ത് ശീലമൊന്നുമില്ല. പിന്നെ ഞാൻ തന്നെ ബുദ്ധിമുട്ടേണ്ടി വരും. എനിക്കാണെങ്കിൽ കാലുവേദന ഒന്നും എനിക്കറിയില്ലേ. അവൾക്കാണെങ്കിൽ അവിടെ പണിക്കാരുള്ളത് കൊണ്ട് അവിടെ പണി ചെയ്യുന്നൊന്നും ശീലമില്ല. അതുകൊണ്ട് നീ പോകാൻ നിൽക്കൊന്നും വേണ്ട, ഇവിടെ തന്നെ നിൽക്ക്. അവൾ 2 ദിവസം ഇവിടെ ഇരിക്കാൻ വന്നിരിക്കുകയല്ലേ, അത് കണ്ടിട്ട് നീ പോകാൻ നിൽക്കുകയാണ്. നിന്റെ അനിയത്തിനെ കാണാൻ തന്നെയല്ലേ? അനിയത്തി എവിടെയും പോവില്ല, അവിടെ തന്നെ ഉണ്ടാവും. പിന്നെയും കാണാലോ അനിയത്തിനെ. നീ ഒന്നും പോണ്ട. എന്തോരു തലവേദനയാണ് എന്റെ അമ്മോ. കാലുവേദന പോയി ഇപ്പൊ തലവേദനയായി. നീ ആ ഗുളിക ഒന്ന് തലവേദനന്റെ, ഞാൻ അതൊന്ന് കഴിച്ചിട്ട് കിടക്കട്ടെ. ശരി വിട്, പിന്നെ ഒരു ദിവസം പോവാ. ഞാൻ ഇപ്പൊ ഉമ്മാന്റെ അടുത്ത് പോയി പറയാൻ നിന്നാലേ പിന്നെ ഉമ്മ ഓരോ കണക്കുകൾ പറയും. എന്നെ നോക്കി എഴുതി വലുതാക്കി എഴുതിയൊക്കെ പിന്നെ അങ്ങോട്ട് കരയാൻ തുടങ്ങും. അതുകൊണ്ടാണ് ഞാൻ ഉമ്മാന്റെ അടുത്തൊന്നും പറയാത്തത്. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ അങ്ങോട്ട് പോകണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടാവില്ലേ? എപ്പോൾ നോക്കിയാലും എനിക്ക് അങ്ങോട്ട് പോകാനാകില്ല. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. എന്നെ അങ്ങോട്ട് നുണ പറഞ്ഞ് വരുത്തുകയും ചെയ്തിട്ട് എന്നെ ഇവിടെ ആക്കിയിട്ട് നാത്തൂൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. ഇക്കാക്ക് അതിന് കൂട്ടും. എന്തെങ്കിലും ചുരിദാറുണ്ടോ നോക്കട്ടെ. എന്തായാലും വന്നതല്ലേ ഞാൻ.
എന്തെങ്കിലും കൊണ്ടുപോയിട്ട് തന്നെ ഞാൻ ഇവിടെ നിന്ന് പോകുള്ളൂ. ആ, ഇത് പുതിയതാണ് തോന്നുന്നുണ്ടല്ലോ. ഈ കളർ എന്തായാലും എനിക്കില്ല. ഞാനിതെടുക്കാൻ പോകണം. ഇക്ക, ഇതാരെവിടെ ഇതൊക്കെ വലിച്ചിട്ടിരിക്കുന്നത്? ചിലപ്പോ സബിയായിരിക്കും. ഞാൻ ഈ റൂമിലേക്ക് വരുമ്പോഴേ അവൾ ഈ റൂമിൽ നിന്ന് പോണ് കണ്ടു. നോക്ക് വലിച്ചിട്ടിരിക്കണത്. ഇതൊക്കെ ഇനി ഞാൻ മടക്കി വെക്കണ്ടേ? വലിച്ചിട്ടാൽ മതിയല്ലോ അവൾക്ക്. എന്നാ വലിച്ചിട്ട് ഒന്ന് മടക്കി വെച്ചൂടെ? അതാ എന്റെ പുതിയ മറൂൺ കളർ ചുരിദാർ കാണാനില്ല. ആകെ ഞാൻ ഒരു പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ. നമ്മൾ അവളെ നുണ പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വരുത്തിയത്. ചിലപ്പോ ആ ദേഷ്യത്തിന് നിന്റെ ചുരിദാർ എടുത്തിട്ട് പോയതായിരിക്കും. ശരി വിട്, ഞാൻ നിനക്ക് വേറെ വാങ്ങിച്ചു തരാം. എന്തൊരു കഷ്ടമാണിത്. ഇതാ ഷുഗറിനുള്ളത്. എന്തിനാപ്പ ഇതെനിക്ക്? ഞാൻ രാവിലെ കഴിച്ചതാണല്ലോ. ആ, വെച്ചോളി, ആവശ്യം വരും. ഇതാ ഇത് മുട്ടുവേദന്റെ. ഇതാ ഇടുപ്പ് വേദന്റെ. ഇതാ ഇതും വെച്ചോളി. ഇനി മറ്റേ പനി വന്നാലോ? ഇതാ ഇതൊക്കെ എന്തിനാണ് പറയാ എനിക്ക്. ഇതാ ഇത് തലവേദന്റെ. അതിന് എനിക്കൊരു കുഴപ്പമില്ലല്ലോ, പിന്നെന്തിനാ ഇതൊക്കെ? ആ, കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ലേ? ആ, എന്നാലേ ഞാൻ എന്റെ വീട്ടിക്ക് പോവുള്ളൂ. എപ്പ ഞാൻ എന്റെ വീട്ടിക്ക് പോകണമെന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് എവിടെ ഇല്ലാത്ത അസുഖങ്ങൾ വരുമല്ലോ. അതാണ് മുൻകൂട്ടിയിട്ട് എല്ലാ മരുന്നുകളും തന്നത്. എന്നാലേ ഞാൻ പോണു. ഞാൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. നിങ്ങൾക്ക് അത്രയ്ക്ക് നിർബന്ധമാണ് ഇവിടെ ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ നിങ്ങളുടെ മകളിനെ വിളിച്ചിട്ട് ഇവിടെ 2 ദിവസം ഇരിക്കാൻ പറയും. ഓരോന്ന് ആലോചിക്കാണ്ട് മറുപടി പറഞ്ഞാൽ കുഴപ്പമാണ്. ഈ പണി ചെയ്ത് ശീലമില്ലാത്തതുകൊണ്ട് എൻ്റെ ഇടുപ്പൊക്കെ വേദനിക്കാൻ തുടങ്ങി. ആ പെണ്ണുണ്ടാകുമ്പോൾ ആ പെണ്ണെന്നെ എല്ലാം ചെയ്യുമായിരുന്നു. എടുത്ത് ചാടി ഓരോന്ന് പറയും ചെയ്തിട്ട്. മീൻകാരനല്ലേ? നോക്കി എന്ത് മീനാണ്? അരക്കിട്ടാ വരുന്നു. അപ്പോ എന്റെ കാല്. അപ്പോ വേണ്ട, പൊയ്ക്കോളി, പിന്നെ വാങ്ങാം. അമ്മോ, വീഴാൻ കൊണ്ടൊരു നേരം വേദനിച്ചിട്ട് വയ്യ. ആ പെണ്ണിനെ ഒന്ന് വിളിക്കട്ടെ. ഡീ സബി, ഒന്നും കൂടെ വാടി മകളെ. ഞാൻ ഇതാ മുമ്പർത്ത് വീണിട്ടേ ആ മീൻകാരൻ വന്നപ്പോ വേഗം പോയതാണ്. വീണു, കാല് തറമ്പിന്ന് തോന്നുന്നു. വയ്യടി നടക്കാനൊന്നും. നീ ഒന്നും കൂടെ വാടി. അതിന് എന്നെ വിളിക്കണത് എന്തിനാണെന്നാ? അവിടെ നിങ്ങളുടെ മരുമകളുണ്ടല്ലോ. അവളുടെ വീട്ടിലേക്ക് പോയിരിക്കണേ. ഇന്നലെ പോയതാണ്. ഇനിയിപ്പോ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും വയ്യ നാണും മാനും വിട്ടിട്ട് വിളിക്കാൻ. അവള് വരുമ്പോ വരട്ടെ. ഈ സമയം നോക്കിയിട്ട് ഇങ്ങനെ വീഴാനും ഉണ്ട് ഞാൻ. നീ ഒന്നിങ്ങോട്ട് വാ. ഞാനിപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ പണിയും ഞാൻ തന്നെ ചെയ്യേണ്ടി വരും. നാത്തൂനുണ്ടാകുമ്പോൾ നാത്തൂൻ ചെയ്യുമായിരുന്നു. എന്താപ്പാ പറയുക? അമ്മ, ഞങ്ങളിവിടെ എല്ലാരും കൂടിയിട്ടേ പുറത്തേക്ക് പോകാൻ വേണ്ടിട്ടേ ഒരുങ്ങി നിൽക്കുകയാണ്. ഉമ്മക്കറിയില്ലേ, ഇക്കാന്റെ അമ്മായി ഉണ്ടല്ലോ, അമ്മായിന്റെ വീടിരിക്കലാണ് അടുത്ത ആഴ്ചയെ. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി കൊടുക്കാൻ പറഞ്ഞിട്ട് എല്ലാരും കൂടി പുറത്തേക്ക് പോകാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരുങ്ങി നിൽക്കുകയാണ്. നീ നുണ പറയണമെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇവിടെ വന്നിട്ട് പണി ചെയ്യണം പറഞ്ഞിട്ടല്ലേടി നീ ഇങ്ങനെയൊക്കെ പറയണത്. നിങ്ങൾക്കും കാലുവേദനയൊന്നും ഉണ്ടാവില്ല. നിങ്ങൾ വെറുതെ നുണ പറയണം. നിങ്ങളുടെ മരുമകൾ അങ്ങോട്ട് പോയത് കാരണം എന്നെ അങ്ങോട്ട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ വിളിക്കുന്നത്. നിങ്ങളോട് പാറ പോയിട്ട് വീഴാൻ പറഞ്ഞത്. വെറുതെ അടങ്ങി ഒതുങ്ങി നിൽക്കാണ്ട് ഓരോന്നും കാണിച്ചു വെച്ചിട്ട് എനിക്കൊന്നും വയ്യ അങ്ങോട്ട് വരാന്.
ഞാൻ അവിടെ നാത്തൂനുണ്ടെങ്കിൽ തന്നെ അങ്ങോട്ട് വരുള്ളൂ. ഇല്ല വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാ പണികളും എന്നെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും. ഞാനൊന്നും വരില്ല. ഓ വല്ലാത്ത സാധനം തന്നെയോ നീ. എന്നെ നോക്കാനേ എന്റെ മരുമകൾ തന്നെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ്. നിന്നെയൊക്കെ ഞാൻ വിശ്വസിച്ച് ഇരിക്കണ്ടല്ലോ. എന്നെ വേണം പറയാൻ. ഫോൺ വെച്ചോ നീ. നിന്നെയൊക്കെ വിളിച്ചല്ലോ ഞാൻ. അവളെ വിളിക്കട്ടെ, അവളാണെങ്കിൽ ഓടി വരും ഇത്. പാവം മരുമകളിന് എന്തൊക്കെ ദ്രോഹം ചെയ്ത്. അവൾ തന്നെ ഉണ്ടാവുള്ളൂ ലാസ്റ്റ് എനിക്ക്.